ഗൈസ്. അപ്പോൾ ഞാനിന്ന് വന്നിരുന്ന ടോപ്പിക്ക് ഡിഫറെൻറ്റ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ടേംസ്. അപ്പം നിങ്ങളോടൊപ്പം എന്താണ് ഇത്? വേറൊന്നും അല്ലതേ, അതിനാരും കാര്യമൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരില്ലേ, അവർക്ക് പല പല ചിന്തകളില്ലേ, പല പല അഭിപ്രായങ്ങളില്ലേ. അതിനെയൊക്കെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചാലും അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് പറഞ്ഞാലും. അപ്പോൾ വീട്ടിലേക്ക് പോവാം. നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് കുറേ ടൈപ്പ് ആൾക്കാരുണ്ട് അല്ലേ? പല ചിന്തകൾ, പല പല അഭിപ്രായങ്ങൾ, പല ഡിസിഷനും ഒക്കെ എടുക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാവുന്നവരുണ്ട്, നമ്മൾ കാണുന്നവരൊക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സംസാരിച്ച് നിൽക്കുകയാണെങ്കിലും അവരുടേതായ അഭിപ്രായമുണ്ട്. എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായമുണ്ട് അല്ലേ? പക്ഷേ ഇവർ ഈ പറഞ്ഞ അഭിപ്രായത്തിൽ എല്ലാ അഭിപ്രായവും നമുക്ക് ഉൾക്കൊള്ളണമെന്നില്ല. എനിക്ക് ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളത്തില്ല. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും, ഇല്ല ഇത് ശരിയല്ല, ഇതങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയും. ഇനി ചിലപ്പോൾ ചില ആൾക്കാരുടെ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നു ഓക്കെ പറഞ്ഞ് വീഴും. എന്നാൽ ചില ആൾക്കാർ ഇത് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കും അല്ലേ? പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല. അതായത് അവർ പറഞ്ഞ കാര്യം മാത്രമാണ് ശരി, അവർ പറയുന്നത് മാത്രമാണ് നല്ലത്, അവരുടെ തീരുമാനമാണ് കറക്റ്റ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ കാണാം. പല ടൈപ്പ് ആൾക്കാരല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഗ്യാങ്സ് ഉണ്ട്. ഇപ്പം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റാന്ന് പറഞ്ഞ് തിരുത്തുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വന്ന ആൾക്കാരെ നമുക്ക് നോക്കാം. ഇപ്പം തെറ്റ് കണ്ടാൽ ആ തെറ്റാന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന ആ ആൾക്കാരെ പറ്റിയാണ് നമ്മൾ കുറച്ചും കൂടെ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറയട്ടെ, ഈ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ മാത്രം നല്ല ആൾക്കാരല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതായിരിക്കും നല്ലൊരു ഫ്രണ്ടിൻ്റെ ലക്ഷണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തെറ്റായ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിന്റെ ലൈഫല്ലേ, നിന്റെ ഇഷ്ടമല്ലേ, നീ പൊക്കോ എന്ന് ഓക്കെ ഇത് പറയാം. എപ്പോൾ തെറ്റ് തിരുത്താൻ നോക്കിയിട്ട് തിരുത്താത്ത ആൾക്കാരെ അങ്ങനെ വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ തെറ്റ് തിരുത്താതെ പോലും നമ്മുടെ കൂടെ നിന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാരണം മക്കളെ. ഒന്ന്, അവർക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങളെ കൊണ്ട് കാണും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കൊണ്ട്, ഇതിൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്നാലും ഞാൻ പറയാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അവർക്ക് വലിയ വലിയ ഉപയോഗങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെ തെറ്റ് തിരുത്താൻ വന്നവരില്ലേ, അവർ ചിലപ്പോഴേ കാണും. മേബി നിങ്ങൾ അവരെ വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ആൾക്കാർ തന്നെ നിങ്ങളുടെ കൂടെ കാണും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യാൻ പോകുന്ന മാറുന്ന ഗോസിപ്പ് പറയാനും പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് പല പല കാര്യങ്ങൾ പറയാനും അവർക്ക് നല്ല വണ്ണം അറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ പഠിക്കാം. അതായത് ഇപ്പം തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ പോയാലും അവർ തിരുത്താത്ത ആൾക്കാർ. ആ ആൾക്കാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ തലകുത്തി അവരെ മനസ്സിലാക്കാൻ നോക്കിയാലും ഇവരുടെ തെറ്റ് തിരുത്താൻ ഒരു ഉദ്ദേശവും ഇല്ല. നമ്മുടെ തെറ്റ് പോലും അവർ തിരുത്താനും പോകുന്നില്ല. ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ, അതോ ബുദ്ധി ഇല്ലാത്ത പോലെ അഭിനയിക്കുകയാണോ, അതോ ബുദ്ധി കൂടിപ്പോയതിൻ്റെ എന്തെങ്കിലും അപാകതയാണോ? അല്ലേ? പക്ഷെ സത്യത്തിൽ ഇതിനൊറ്റ കാരണമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇവർ തിരുത്താത്തതിൻ്റെ വലിയൊരു കാരണമുണ്ട് ഈഗോ. ഈ ഈഗോ കാരണമാണ് ഇവർക്ക് തിരുത്താതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്നോടാരെങ്കിലും എൻ്റെ ഒരു ബാഡ് ഡിസിഷൻ ആണെങ്കിൽ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഞാനിപ്പോൾ അത് മാറുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തെറ്റാണ്, എനിക്ക് എൻ്റെ ഉള്ളിൽ അത് മനസ്സിലായാലും ഞാനത് തിരുത്താൻ പോകത്തില്ല. കാരണം എന്താ, എനിക്ക് നല്ല ഈഗോ ഉണ്ട്, നല്ല ഈഗോ, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇവളുടെ മുന്നിൽ ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ഇവളുടെ മുന്നിൽ ഞാനത് ചെറുതായാലും ഞാൻ കൊച്ചായാലും ഇവളിപ്പോൾ എനിക്ക് തരുന്ന വില ഇല്ലാതായാലും എന്നൊക്കെ പല പല ചിന്തകളും വരും. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഓവർ തിങ്കിങ് തരാം. ഓക്കെ,
അപ്പം ഇങ്ങനെയുള്ള ഈഗോകൾ കാരണമാണ് നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്നവരോ അല്ലെങ്കിൽ നമ്മളോ പോലും പല തെറ്റുകളാണെന്ന് മനസ്സിലായിട്ടും ആ തെറ്റിൽ നിന്ന് മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ അറിയാവുന്ന കുറേ ടീമുണ്ട്. അവരൊക്കെ അവസാനമായപ്പം ഇവരൊന്നും എത്തിയിട്ടുമില്ല, എത്താതെ പോയിട്ടുള്ള കുറേ ആൾക്കാരെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുമുണ്ട്. ഞാൻ സ്റ്റോറി പറയട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് അവർ തമ്മിലൊരു ടോക്ക് നടത്തി. അത് വലിയ ഫ്രണ്ടൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഹൈ ബൈ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ആളോട് ഇങ്ങനെ വേറൊരു ആൾക്കാരെ ഇങ്ങനെ ബാഡ് ഇൻറ്റൻഷനിൽ അവിടെ കണ്ടെന്നിരുന്നു. അപ്പം അതിപ്പോൾ എന്തോ ആകട്ടെ, ഇപ്പോൾ ഒരാൾ എങ്ങനെ നിന്ന് വെച്ചാൽ അതിപ്പോൾ വേറൊന്നല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഓക്കെ അതുള്ള തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി നമ്മളത് തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവനിപ്പോൾ മനസ്സിലാക്കത്തില്ല. ഇയാൾ പറയുക ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ ലോകം എന്തിനാ ഈ ലോകത്തിനെ കുറ്റം പറയുന്നത്? മനസ്സിലാക്കാനുള്ള ബോധം നമ്മളാണ് കാണിക്കേണ്ടത്, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ വളർത്തിയുടെ പ്രശ്നമെന്നൊക്കെ പറയുന്നതൊക്കെ പണ്ടത്തെ ഇല്ല, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് വളരെ വളരെ തെറ്റായ കാര്യമാണ്. ഞാൻ ഈ ഫ്രണ്ടിനത് തെറ്റാന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഫ്രണ്ട് ആ ഫ്രണ്ടിനോട് തിരുത്താൻ നോക്കി. എവിടെ തിരുത്താൻ, എവിടെ ഇവിടെ അങ്ങുമ്പിൽ ഇയാൾ അടുക്കുന്നില്ല. ഇയാൾ പറയുന്നതിലാണ് കറക്റ്റ് എന്ന് വെച്ചാൽ അവസാനം എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അടുത്തിട്ട് വായു മൂടി എഴുന്നേറ്റ് പോയി. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ എനിക്കപ്പോൾ തോന്നിയത് എന്താണ് മനസ്സിലാക്കുന്നില്ല. ചുമ്മാ എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പറയുന്നു, എന്തെങ്കിലുമൊക്കെ ഇതാണ് അങ്ങ് ചിന്തിച്ച് ഇതാക്കോ, തിരുത്താനൊരു ഇത് കാണിക്കുമോ ഒന്നുമില്ലാതെ അവരാണ് ശരി, മറ്റുള്ളവർ നല്ലത് പറഞ്ഞു കൊടുത്താൽ അല്ല, അതൊന്നും അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ നല്ലത് പറഞ്ഞ് നമ്മളാണ് തെറ്റുകാരാണ്. ഈ ലോകത്ത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലടാ. നമ്മൾ ആരും, ഈ പറഞ്ഞ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. എനിക്ക് എൻ്റെതായ കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ നല്ല നല്ല ആൾക്കാരുള്ളതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഓപ്പണായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നല്ല നല്ല കൂട്ടം ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ ഫാമിലീസും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സും അത് നമുക്ക് എന്താണേലും വേണമെന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല, നല്ല ഉറപ്പാണ്. കാരണം നമ്മളോട് ഒരാൾ ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമ്മളുടെ ചിന്തയൊക്കെ ഒരു തെറ്റായെന്നുണ്ടെങ്കിൽ അത് തിരുത്താതെ നമ്മുടെ ഈഗോനെ കെട്ടിപ്പിടിച്ച് ഞാനവിടെ കൊച്ചാവോ ചെറുതാവുമോ എന്ന് വിചാരിച്ച് മുന്നോട്ടൊന്നും പോയിട്ടു ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉള്ളവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത് ഈഗോ കുറയ്ക്കണം. ഈഗോ കുറച്ചിട്ട് നമ്മളായിട്ട് തന്നെ നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് സത്യത്തിനെ മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഗ്രോത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോയിൽ ഓപ്പൺ കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.